നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം വലിയ വിവാദമായിരിക്കുക. മോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം തന്നെ മുസ്ലിങ്ങൾക്ക് പതിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്ത ഉടനെ പ്ലാനിംഗ് കമ്മീഷൻ്റെ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു, നമ്മുടെ രാജ്യത്തെ വിഭവങ്ങളുടെ മഹാഭൂരിപക്ഷവും ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുകയുണ്ടായി. സാർ ഓർക്കുന്നുണ്ടോ അത്? തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ 2004 ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വിളിച്ചുകൂട്ടപ്പെട്ട ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ മീറ്റിംഗ് ആയിരുന്നു അത്. മീറ്റിങ്ങിൽ പ്രധാനമന്ത്രി അധ്യക്ഷനാണ് ആസൂത്രണ കമ്മീഷൻ. ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ദീർഘമായി സംസാരിച്ച കൂട്ടത്തിൽ രാജ്യത്തെ വിഭവങ്ങളിൽ സിംഹഭാവവും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അദ്ദേഹം മുസ്ലിം എന്ന വാക്കല്ല ഉപയോഗിച്ചത്, മൈനോറിറ്റീസിന് അവകാശപ്പെട്ടതാണ്. മൈനോറിറ്റീസിലെ ഭൂരിപക്ഷം മുസ്ലിംസാണ്. ഇന്ത്യയിൽ മൈനോറിറ്റീസിൽ ഭൂരിപക്ഷവും മുസ്ലിംസാണ്. അപ്പോൾ അതിൽ അദ്ദേഹവും ഉൾപ്പെട്ടത് മൈനോറിറ്റിയാണ്. മൈനോറിറ്റീസ് നിലവിൽ തന്നെ രാജ്യത്ത് എല്ലാ റിസോഴ്സസിൻ്റെയും ഒരു നിശ്ചിത ശതമാനം കൈയടക്കി വെക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും അവർക്ക് പ്രത്യേകമായ പദ്ധതികളും സഹായങ്ങളുമുണ്ട്, ധനസഹായ പദ്ധതികളുമുണ്ട്. എന്നിരിക്കെ ഈ ഇത്തരത്തിൽ ഒരു ആസൂത്രണ കമ്മീഷനിലെ അംഗങ്ങൾക്ക്, വിദഗ്ധരായ അംഗങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു മെസ്സേജ് പ്രൈം മിനിസ്റ്റർ അന്ന് കൊടുത്തത് രാജ്യത്തിൽ ആർക്കും ഒരു പൊരുത്തക്കേടും തോന്നിയില്ല, അന്ന് ആർക്കും മനസ്സിലായില്ല. മാത്രമല്ല ഇതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരിക്കുമല്ലോ, ഇതിൻ്റെ മിനിറ്റ്സൊക്കെ പുറത്ത് വരാൻ പിന്നെയും വർഷങ്ങളെടുക്കും. അന്ന് ഒരു മാധ്യമങ്ങൾക്ക് നേരിട്ട് ആക്സസ് ഇല്ലാത്ത മീറ്റിംഗാണ് ഇത്. അപ്പോൾ അവിടെ പ്രധാനമന്ത്രി ആ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നടത്തിയ പ്രസംഗം ഒരു പ്രധാനപ്പെട്ട ഊന്നൽ മൈനോറിറ്റിക്ക് കൂടുതൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കണം എന്നതായി. അല്ല സാർ, അത് എൻ്റെ ഒരു സംശയം, രാജ്യത്ത് ഭൂരിപക്ഷം സമുദായം എന്ന് പറഞ്ഞാൽ ഹിന്ദു സമുദായമാണ്. 80% ഉണ്ടെന്ന് പറയുന്നു. കാരണവന്മാർ കണക്ക് വന്നാലേ നമുക്ക് കൃത്യം അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഭൂരിപക്ഷം ജനതയ്ക്ക് അല്ല രാജ്യത്തെ റിസോഴ്സ് കൊടുക്കേണ്ടത്, അത് മുഴുവൻ ന്യൂനപക്ഷത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷം ഈ രാജ്യത്തെ അടിമകൾ, ഈ ന്യൂനപക്ഷത്തിൻ്റെ അടിമകളായി ജീവിക്കണം, ഭിക്ഷാന്തികളായി ജീവിക്കണമെന്നാണോ? അല്ല, ഇതിനകത്ത് വേറെ ഭരണഘടനാപരമായ ചില അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അത് ഭൂരിപക്ഷങ്ങൾക്ക് ഈ ഭരണഘടനാവകാശം എടുത്തു പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഹിന്ദുക്കളുടെ ചില അവകാശങ്ങൾ ഒന്നാമത്തെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്. കാരണം അവർ ഇവിടുത്തെ സ്വാഭാവികമായ എല്ലാ അവകാശങ്ങളും അനുഭവിക്കുന്നവരാണെന്ന ഒരു മുൻവിധിയോടെയാണ് അവരുടെ ആനുകൂല്യ അവകാശങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ പരിരക്ഷ എപ്പോഴും ദുർബലര് എന്ന് കരുതുന്നവർക്കാണ്. ഇപ്പോൾ നമ്മുടെ റിസർവേഷൻ പോളിസിയൊക്കെ അങ്ങനെയുള്ളതാണ്. പക്ഷേ മൈനോറിറ്റീസ് അത്ര ദുർബലമാണോ? എണ്ണം കൊണ്ടേ ഉള്ളവർ മൈനോറിറ്റി. അതെ അതെ, എണ്ണത്തിലുള്ള മൈനോറിറ്റി റൈറ്റാണ് അവർക്ക്. അതേസമയത്ത് അവരുടെ സാമ്പത്തിക സർവേ നടത്തിയിട്ടുണ്ടോ? അല്ല, ഒരു വലിയ തമാശ മൻമോഹൻ സിംഗ് ഇത് പറയുന്നു. മൻമോഹൻ സിംഗിൻ്റെ സിഖ് സമുദായവും മൈനോറിറ്റിയാണെന്ന് പറയുന്നു. പക്ഷേ പഞ്ചാബിൽ അവരാണ് മഹാഭൂരിപക്ഷം. പഞ്ചാബിൽ അവരാണ് മഹാഭൂരിപക്ഷം, ഹരിയാനയിലും. എന്നിട്ട് അവർക്ക് മൈനോറിറ്റി സ്റ്റാറ്റസ്. അവിടെ ഹിന്ദുക്കൾക്കില്ലാത്ത അവകാശങ്ങൾ ഭൂരിപക്ഷം വരുന്ന മൈനോറിറ്റീസിന് കിട്ടുന്നു. കാശ്മീരിലതാണ്. എന്നിട്ടും അവർ തൃപ്തർ അല്ലാത്തത് കൊണ്ടാണ് ഖലിസ്ഥാൻ മൂവ്മെന്റ് പോലെയുള്ള ഖലിസ്ഥാൻ ഉണ്ടായി. കാശ്മീരിലെ പണ്ഡിറ്റുകളെ ഓടിച്ചു വിട്ടു. 5 ലക്ഷത്തോളം പണ്ഡിറ്റുകൾ. അത് മുസ്ലിം. അതെ, അപ്പം ന്യൂനപക്ഷത്തിൻ്റെ പീഡനം അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം. അതെ അതെ, അതെപ്പോഴും അങ്ങനെയുണ്ട്. അപ്പോൾ അത് പതുക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കും വരികയാണ്. എന്നിട്ട് ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം അവരെ പീഡിപ്പിക്കുന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കി ഇരവാദം ഉയർത്തുകയും ചെയ്യും. അല്ല, ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് സുസംഘടിതരാണ്. അതെ അതെ. അപ്പോൾ അവർ സുസംഘടിതരായതുകൊണ്ട് അതേസമയത്ത് ഭൂരിപക്ഷ സമുദായങ്ങൾ ആ തരത്തിൽ സംഘടിതരുമല്ല. അവർ പല പാർട്ടികളിലായി ചെതറിക്കിടക്കുകയാണ്. ഇപ്പോഴാണ് BJP വന്നതിന് ശേഷമാണ് അവർക്ക് രാഷ്ട്രീയ ശബ്ദം പോലും ഉണ്ടായത്. അതിനൊരു ഏകീകരണ സഭ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ജനസംഘത്തിൻ്റെ കാലം മുതലേ ഉണ്ടെങ്കിലും അതിന് ഒരു രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കാനുള്ള ശ്രമം ഇപ്പോഴും BJPയുടെ ഭാഗത്തു നിന്നാണ്. അത് എതിർക്കപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന് ന്യായമായി ജീവിക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ
ശ്രമിക്കുന്ന ഒരു പാർട്ടി എന്നതുകൊണ്ട് തന്നെ ബി ജെ പി എതിർക്കും. മറ്റുള്ള പാർട്ടികളെല്ലാം സംഘടിതമായി എതിർക്കുന്ന ഇതൊരു പ്രധാന കാരണമാണ്. അതെ, നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ സ്ഥിതി പരിശോധിച്ച് നോക്കാം. കേരളത്തിൽ കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? കേരളത്തിലെ ഭൂരിപക്ഷ സമുദായങ്ങൾ എപ്പോഴും എണ്ണത്തിൽ കൂടുതലാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവർ പല പാർട്ടികളിൽ ചിതറക്കിടക്കുന്നുണ്ട്. അവരെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് സംഘടിതരായി നിന്നുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റുന്നു. അതെ അതെ. ഭൂരിപക്ഷം രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്നു, അതേസമയം ന്യൂനപക്ഷം വർഗീയമായി വോട്ട് ചെയ്യുന്നു. ഇത് നമ്മളുടെ പ്രത്യേകിച്ച് അവർക്ക് മതേതരം എന്നുള്ള പേരും കിട്ടുന്നു. എന്നിട്ട് അവർ സ്വയം മതേതര പാർട്ടിയാണെന്ന് അവകാശപ്പെടുകയും ഈ ഭൂരിപക്ഷ സമുദായത്തിന് ഒരു രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ വർഗീയവാദികളെ വിളിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മണ്ഡലങ്ങൾ എടുത്താൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന സ്റ്റുഡിയോയുടെ അടുത്താണ് കളമശ്ശേരി മണ്ഡലം. കളമശ്ശേരി ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. പക്ഷെ അവിടെ കാലാകാലങ്ങളായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളെ വരുന്നുള്ളൂ. എന്തിനു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഹിന്ദുക്കളാണ്. അതെ അതെ. പക്ഷേ വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയുള്ളൂ. അവർക്ക് സീറ്റുള്ളൂ. രാഹുൽ ഗാന്ധി എങ്ങനെയാണ് വരുന്നത്? മുസ്ലിം വോട്ടുകൾ കിട്ടുമെന്നുകൊണ്ട് അമേഠിയിൽ നിന്ന് പേടിച്ചോടി വന്ന് വയനാട്ടിൽ സേഫ് സീറ്റിൽ. ഈ സത്യം ആരും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതറിയാം. അവർ ചെയ്യുന്ന എന്താണ്? അവർ സംഘടിത ന്യൂനപക്ഷത്തെ എപ്പോഴും പ്രീണിപ്പിക്കാൻ ശ്രമിക്കും. അതെ അതെ. എങ്ങനെ അസംഘടിതരായ ഭൂരിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ, യഥാർത്ഥ ജനുവിനായ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് അതെ അതെ ഒരു അപ്പീസിങ് പൊളിറ്റിക്സാണ് കാലാകാലങ്ങളിൽ ഇവിടെ ചെയ്യുന്നത്. ഇത് ഈ തലതിരിഞ്ഞ ഈ രാഷ്ട്രീയത്തെയാണ് ഇവിടെ സെക്കുലർ ഡെമോക്രസി എന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുടെയും പാർലമെൻറ്റ് മണ്ഡലം വയനാടും പറഞ്ഞു. എറണാകുളം മണ്ഡലം നോക്കൂ. എറണാകുളത്ത് പുറത്ത് കേൾക്കുന്നത് ലത്തീൻ സമുദായക്കാർ മാത്രം ജയിക്കുന്ന മണ്ഡലമാണ്. എറണാകുളത്തെ മഹാഭൂരിപക്ഷം വോട്ടർമാരും ലത്തീനല്ല, ഹിന്ദുക്കളാണ്. ആലപ്പുഴ മണ്ഡലം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ 70% ഹിന്ദുക്കളാണ്. അതിൽ തന്നെ സിംഗിൾ ലാർജസ്റ്റ് ഈഴവരുമാണ്. പക്ഷേ കാലങ്ങളായി ജയിച്ചു വരുന്നത് ഈ സമുദായത്തിൽപ്പെട്ടവരല്ല. അപ്പം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നോക്കൂ, എറണാകുളത്ത് ഹൈബി ഈഡൻ ലത്തീനാണ്. ഹൈബി ഈഡനെ മത്സരിക്കാൻ CPM സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് പറവൂർ നഗരസഭയിലെ ഒരു കൗൺസിലറായിട്ടുള്ള ഷൈൻ എന്ന് പറയുന്ന ആരും കേട്ടിട്ടില്ലാത്ത ഒരു ടീച്ചറെ പരിഗണന പാർട്ടി കേഡറാണ്, ഓക്കെ, പക്ഷേ ലത്തീനാണ് എന്നതാണ് ഒന്നാമത്തെ പരിഗണന. അതാണ്. എന്നിട്ട് ഇതേ പാർട്ടികൾ ഞങ്ങൾക്ക് ജാതി മതവും സെക്കുലറിസം പറയും. ഈ ഐറണിയാണ് ഈ കേരള പൊളിറ്റിക്സിലെ എക്കാലവും നിലനിൽക്കുന്ന ഏറ്റവും വലിയ പരിഹാസം. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടാമെന്നതിന് BJPക്ക് ഇപ്പോഴും കൃത്യമായ ഒരു ഫോർമുല കേരളത്തിലില്ലായിരിക്കും. പക്ഷേ ഞാൻ നോക്കുന്നത് വടക്കേ ഇന്ത്യയിൽ UPയിലൊക്കെ 60% 70% മുസ്ലിം സ്ഥാനാർത്ഥികളുള്ള സീറ്റിൽ പോലും മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതെ ഹിന്ദു സ്ഥാനാർത്ഥികളെ മത്സരിച്ച് മഹാഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചിട്ടുണ്ട് BJP. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ കേരളം ഈ നമ്പർ 1 എന്ന് പറയുന്ന കേരളമാണ് ഈ ജാതിമത രാഷ്ട്രീയം ഏറ്റവും ഫലപ്രദമായി കേരളം ഒരു കവട സമൂഹമാണ് രാഷ്ട്രീയം. അതെ അതെ. ഈ ഹിപ്പോക്രസിയാണ് നമ്മൾ മതേതരം എന്ന് വിളിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ചിന്തയിൽ വന്നിട്ടുള്ളതാണ്. സാർ, ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. നമ്മൾ ഇന്ത്യ വിഭജനം ഉണ്ടായി. അപ്പോൾ മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം വേണമെന്ന ജിന്നയുടെ വാദം അംഗീകരിക്കപ്പെട്ടു. അതിനുവേണ്ടി ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ് കലാപം തുടങ്ങി. 100 10,000 ഹിന്ദുക്കളെ കൊന്നു. അപ്പുറത്തും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവസാനം ഇന്ത്യ വിഭജനം യാഥാർത്ഥ്യമായി. പാകിസ്ഥാൻ ഒരു മതരാജ്യമായി. നമ്മൾ മതേതര രാജ്യം എന്ന് പറയുന്ന ഒരു നാടകം അന്ന് മുതൽ ഇന്ന് വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പാകിസ്ഥാൻ ഉണ്ടാകുമ്പോൾ അവിടെ 23% ഹിന്ദുക്കളുണ്ടായിരുന്നു. ആ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ഒരു നിയമവും ഉണ്ടായില്ല. അവർക്ക് വേണ്ടി ഒരു ആനുകൂല്യം ഇപ്പോഴും ഇല്ല. അവിടെ മൈനോറിറ്റി റൈറ്റ് ഇല്ല. അതെ. അപ്പം മതത്തിൻ്റെ പേരിൽ രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട് പോയവർക്ക് പോകാൻ, ഇപ്പം കേരളത്തിലെ മലപ്പുറം പോലും പാകിസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തതാണ്. മലപ്പുറത്ത് നിന്നും പാകിസ്ഥാൻ വേണമെന്ന് വോട്ട് ചെയ്തു. പക്ഷേ അവർ മലപ്പുറത്തെ മുസ്ലിങ്ങൾക്ക്, അക്കാലത്തെ മുസ്ലിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്ത് പാകിസ്ഥാനിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ഇവിടെ തുടരുകയാണ്. അവർക്കും നമ്മൾ പ്രത്യേക അവകാശങ്ങൾ കൊടുക്കുക. അതെ അതെ. ഇതൊരു വൈരുദ്ധ്യമാണ്. ഇതിനെപ്പറ്റി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ മൈനോറിറ്റിയെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ അവരെ ദേശീയ ധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനമില്ല. അപ്പോൾ അവർക്ക് ഈ മൈനോറിറ്റി അവകാശം നിലനിർത്താൻ വേണ്ടി എപ്പോഴും അവർ കൂറങ്ങും ചോറിങ്ങും എന്ന് പറയുന്ന
ലെവലിലാണ് ഇപ്പോഴാണ് ഈ പൊളിറ്റിക്സ് പോകുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യം നരേന്ദ്രമോദി ആവർത്തിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ? അത് അലിഗഡിലും അദ്ദേഹം അത് ആവർത്തിച്ചു. അലിഗഡിൽ അതെന്താ വിവാദമാക്കേണ്ടത്? ഇതിനകത്ത് കോൺഗ്രസിന്റെ നയമാണെന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി പ്ലാനിംഗ് കമ്മീഷനിൽ പറഞ്ഞ കാര്യമാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ഈ മൈനോറിറ്റി അപ്പീസിങ് പോളിസീസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ പ്രൈം മിനിസ്റ്റർ അത് പുറത്തു വന്ന ഉടനെ ഇത് ജിന്നയുടെ മാനിഫെസ്റ്റോ ആണെന്ന്. അതെ അതെ അതെ. അപ്പോൾ അത് ഉറക്കെ അവർ അച്ചടിച്ച് കൈവച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മാനിഫെസ്റ്റോ. അത് പറയാൻ പാടില്ല. അത് ഒരാൾ സ്റ്റേജിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതാണ് പ്രശ്നം. മൈനോറിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാനും അവർക്ക് വേണ്ടി മാത്രം നമ്മുടെ വിഭവങ്ങളെ ആകെ വഴിതിരിച്ചു വിടാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കാം. ഈ പദ്ധതി അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മോദി കുറ്റക്കാരനായി. അതെ അതെ, അത് പറയുന്നതാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മോദി മറ്റൊന്നുകൂടി ഇന്നിപ്പോൾ അലിഗഡിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഗുണങ്ങൾ അതേ എണ്ണി പറഞ്ഞു. അപ്പോൾ അതും ഇനി വിവാദമാകും, വർഗീയമായി വോട്ട് പിടിക്കുന്നു എന്ന് പറയും. അതെ, മുസ്ലിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അദ്ദേഹം മുത്തലാഖ് നിർത്തലാക്കിയ കഥയും മുസ്ലിം പ്രദേശങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ എടുത്തെടുത്താണ് പറഞ്ഞത്. മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പി എന്നാണ് പിന്നെ പ്രൈം മിനിസ്റ്ററുടെ വാചകം. അത് കറക്റ്റാണ്. അത് അവരുടെ ഇടയിലെ മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നല്ല പുരോഗമനവാദികളായ മുസ്ലിം വനിതകൾ അത് തിരിച്ചറിയുകയും മോഡിയെ അനുകൂലിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അതേസമയത്ത് അതൊരു മെയിൽ ഡൊമിനേറ്റിംഗ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവിടെ സ്ത്രീകളുടെ ശബ്ദം നമ്മൾ പൊതുവേദിയിൽ അധികം വരുന്നില്ല. ഇന്നും നമുക്ക് മുസ്ലിം ലീഗിനൊരു വനിതാ MLA യോ MPയോ ഇല്ലെന്ന് ഓർക്കണം. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് ഷാനിമോൾ ഉസ്മാൻ മത്സരിച്ചതുകൊണ്ട് അപ്പുറത്ത് ആരിഫ് ആയതുകൊണ്ട് മാത്രം ഷാനി തോറ്റുപോയതാണ്. അതെ അതെ അതെ. ഇല്ലെങ്കിൽ അത് പ്രായണ ഒരു കോൺഗ്രസ് മണ്ഡലം. അതെ, ഒരു പെണ്ണങ്ങനെ പാർലമെൻറ്റിലോട്ട് പോകണ്ട എന്ന് കരുതിയ യാഥാസ്ഥിക മുസ്ലിങ്ങൾ ആലപ്പുഴയിലുണ്ട്. ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് തോറ്റത്. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി അടുത്തുള്ള ഘട്ടങ്ങളിലേക്കുള്ള പോളിംഗ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം വല്ലാതെ ചൂടുപിടിക്കുകയാണ്. അത് ഒന്നാം ഫേസ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ ബ്ലോക്കിനൊരു ചെറിയ ആവേശം വന്നിട്ടുണ്ട്. അവരുടെ തോന്നൽ മോഡി പ്രതീക്ഷിക്കുന്ന ഒരു നമ്പറിലേക്ക് എത്താവുന്ന തരത്തിലുള്ള പോളിംഗ് പെർസെൻറ്റേജ് വന്നില്ല. പോളിംഗ് പെർസെൻറ്റേജ് സാരമായി കുറഞ്ഞു, പ്രത്യേകിച്ചും ബീഹാർ, UP പോലെയുള്ള തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം. പക്ഷേ അതുകൊണ്ട് അവിടെ അടി തുടങ്ങി. ഇന്ത്യ മുന്നണി യോഗം തമ്മിലടിച്ച് കസേരക്കടിച്ച് തലപൊട്ടിച്ച് പോകുന്ന വിഷ്വൽസ് എല്ലാം നമ്മൾ ഇന്ത്യ മുന്നണിയിലെ യോജിപ്പ് നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അതെ, CONGRESസും CPM. ഇപ്പോൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അതിനിന്നലെ ചിദംബരം മറുപടി പറഞ്ഞു, മുഖ്യ ശത്രു BJP ആണോ അതോ കോൺഗ്രസ് ആണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു വിവാദം. അപ്പോൾ ഈ വിഷമ പ്രശ്നം ഇന്ത്യ ബ്ലോക്കിന് ഒരാശയം വീണ് കിട്ടിയാൽ അവരത് ഉപയോഗിക്കും. ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് അവർ അതെങ്ങനെ പൊളിറ്റിക്കൽ നേട്ടമാക്കി മാറ്റാൻ ശ്രമിക്കാം എന്നാണ് അവരുടെ ആലോചന. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ എന്ത് വൈദാക്കും. അതെ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇനിയുള്ള 2-3 ആഴ്ച പുതിയ വിവാദങ്ങളും പുതിയ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്കത് കാത്തിരിക്കാം.